റിയൽമിയുടെ റിയൽമി P2 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 22,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി P2 Pro 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2000 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 180 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.21 mm ആണ്. IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ ഈഗിൾ ഗ്രേ അതുപോലെ തന്നെ പാരറ്റ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല പ്രോസസറൊക്കെ തന്നെയാണ്. തിരക്കേടില്ലാത്തൊരു പ്രോസസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കർവ്ഡ് ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറിന്റെ കൂടെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസറും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ലഭിക്കുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 9ഓളം 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണൽ ആണ് വരുന്നത്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. ആ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോൺ വിട്ട് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC ചേംബർ കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഏരിയ വരുന്നത് 4500 mm² ആണ്. പിന്നെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ടച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇത് ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT600ന്റെ സെൻസറാണ്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു സെൻസർ തന്നെയാണ് ഇത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5200 mAh ബാറ്ററി വരുന്നുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം വെർഷന്റെ വില വരുന്നത് 21,999 രൂപയാണ്. 12GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 24,999 രൂപയാണ്. 12GB റാം 512GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 27,999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനീഷ്യലി 2000 രൂപയുടെ ഓഫർ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 1000 രൂപയുടെ ബാങ്ക് ഓഫേഴ്സും വേറെ ഉണ്ട്. സെപ്റ്റംബർ 17 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കർവ്ഡ് ഡിസ്പ്ലേയുടെ കൂടെ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസറും ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കർവ്ഡ് ഡിസ്പ്ലേ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും റിയൽമി P2 Pro 5G എന്ന സ്മാർട്ട് ഫോൺ. കൂടെ iQOO Z9s 5G എന്ന സ്മാർട്ട് ഫോണൊക്കെ വരുന്നുണ്ട്. അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന അത്യാവശ്യം നല്ലൊരു ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.